പിന്നെ വലിയ കാര്യമായിപ്പോയി. വിഷ്ണുവിൻ്റെ ഒന്ന് മാറ്റേ, എനിക്ക് കിടന്നുറങ്ങണം. നീ ഉറങ്ങിക്കോ, ഉറങ്ങണ്ടാന്ന് ഞാൻ പറഞ്ഞു നിന്നോട്? ഇല്ലല്ലോ. പക്ഷേ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറ. ആരുഷ് ചേട്ടന് എന്നോട് കട്ട പ്രണയമാണെന്ന്. കണ്ടപ്പോൾ മുതൽ പുള്ളിയുടെ മനസ്സിൻ്റെ കോണിൽ ഞാൻ കൂട്ടി പാർത്തു. ആ കൂട്ടിലേക്ക് എന്നെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണത്രേ. അമ്മാള് പറഞ്ഞു കഴിഞ്ഞതും അവൻ്റെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകെ കൂടി. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാൻ എന്തു പറയാനാ, വീട്ടിൽ വന്ന് ആലോചിക്കാൻ പറഞ്ഞു. എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ അഡ്രസ്സ് കൊടുത്തു. അമ്മാളു, ദേഷ്യത്തിൽ അവൻ അലറി വിളിച്ചു. എന്തിനിങ്ങനെ കിടന്ന് കാറുന്നേ? ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റ്? പെൺകുട്ടികളോട് ഇങ്ങനെയൊക്കെ ആരെങ്കിലും വന്ന് പറയുമ്പോൾ അവരുടെ അച്ഛനമ്മമാരോട് നേരിട്ട് വന്ന് സംസാരിക്കാനല്ലേ പറയൂ. അല്ലാതെ തിരിച്ചു എനിക്കിഷ്ടമാണെന്നും പറഞ്ഞ് അവനുമായിട്ട് ലവ് ആണോ? നിഷ്കുവാരി വിതറി അവൾ വിഷ്ണുവിനെ നോക്കി. നിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? കടുപ്പത്തിൽ അവൻ അമ്മാളുവിനോട് ചോദിച്ചു. ആരാ കല്യാണം കഴിച്ചതെന്ന് ആരുഷനും ചോദിച്ചാലോ? ഞാൻ എന്ത് മറുപടി പറയും? ആരുടെ പേര് പറയും? അമ്മാള് ചോദിച്ചതും വിഷ്ണുവിന് ഉത്തരം മുട്ടി. എൻ്റെ മര്യാദ വെച്ചുകൊണ്ട് എൻ്റെ അച്ഛനോടൊന്ന് സംസാരിക്കാനാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ വിഷ്ണുവിൻ്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. നാണക്കടല്ലേ ഇത്രയും ലെജൻഡായിട്ടുള്ള ഒരു അധ്യാപകൻ പീറ പെണ്ണെയാണ് കിട്ടിയതെന്ന് പറഞ്ഞാൽ സഹാധ്യാപകരുടെയൊക്കെ മുന്നിൽ തല ഒളിച്ച് നിൽക്കേണ്ടി വരല്ലേ? പറഞ്ഞുകൊണ്ട് അമ്മാള് വീണ്ടും കിടക്കുവാനായി തുടങ്ങി. കൂടുതലൊന്നും പറയാതെ കൊണ്ട് വിഷ്ണുവും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവളുടെ അരികത്തായി കിടന്നു. അമ്മ വിളിച്ചു പറഞ്ഞത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ കൊടിയേറ്റാണ് ഈ വെള്ളിയാഴ്ച. 3 ദിവസം അടുപ്പിച്ച് എന്നെ നിർമ്മല്യം തൊഴിയിക്കാമെന്ന്. അച്ഛനും അമ്മയ്ക്കുമൊക്കെ നേർച്ചയുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച കോളേജ് വിട്ടിട്ട് അങ്ങോട്ട് ചെല്ലാൻ. തിങ്കളാഴ്ച മടങ്ങിപ്പോരാം. അവൻ്റെ നേർക്ക് തിരിഞ്ഞു കിടന്നുകൊണ്ട് അമ്മാള് പറഞ്ഞു. അവൻ അപ്പോഴും അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. വിഷ്ണുവേട്ടൻ വീടില്ലെന്നറിയാം, ജസ്റ്റ് പറഞ്ഞെന്നേ ഉള്ളൂ. ഞാൻ എന്തേലും പറഞ്ഞ് ഒഴിവായിക്കോളാം. വേണ്ട, നീ പോയിക്കോ. 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ഗൗരവത്തിൽ അവൻ പറഞ്ഞു. അത്ര ദിവസം കാണുന്ന ഞാൻ എങ്ങനെ ഇരിക്കും? ഷോ, ഒക്കെ കുഴപ്പമായല്ലോ. അമ്മാള് പറഞ്ഞതും അവൻ മുഖം തിരിച്ച് ഒന്ന് നോക്കി പേടിപ്പിക്കണ്ട. എൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഇഷ്ടം മാത്രമേ ഉള്ളൂ, തിരിച്ചു കിട്ടാമെന്നറിയാമെങ്കിലും. പറഞ്ഞെന്ന് പെണ്ണിൻ്റെ വാക്കുകൾ ഇടറി. എത്ര മണിക്കാ നിർമ്മാല്യ ദർശനം? പെട്ടെന്ന് അവൻ ചോദിച്ചു. വെളുപ്പിന് 5 മണിക്ക്. ഇവിടുന്ന് പോകാൻ പറ്റുമോ നിനക്ക്? ഓ, അതൊന്നും വേണ്ട, ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം. അതൊന്നും വേണ്ട, വേറെ എന്തെങ്കിലും വഴി നോക്കാം. അവൻ പറഞ്ഞതും അമ്മാളും ഒന്ന് തലയുയർത്തി. എന്ത് വഴി? ഞാൻ കൊണ്ടുപോയി വിടാം. കാലത്തെ ഇത്തിരി നേരത്തെ എഴുന്നേറ്റാൽ പോരെ? അത് കേട്ടതും അമ്മാളുവിന് വിശ്വസിക്കാൻ പോലും പ്രയാസം തോന്നി. സത്യമാണ് ഏട്ടാ? മതി, കിടന്നുറങ്ങാൻ നോക്ക പെണ്ണേ, നേരെ ഒരുപാടായി. അത് കേട്ടതും അമ്മാള് വിഷ്ണുവിൻ്റെ വയറിലേക്ക് കൈ ചേർത്ത് വെച്ചു. അതേ, ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. എന്താണെന്ന അർത്ഥത്തിൽ വിഷ്ണു അവളെ നോക്കി. ആ ചെറുക്കനോട് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞെന്നാണ് പറഞ്ഞത് കേട്ടോ. അല്ലാതെ അച്ഛനോട് വന്ന് ചോദിക്കാം എന്ന് പറഞ്ഞത് നുണയാ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. അല്പം കൂടി അവനോട് ഒട്ടിച്ചേർന്നുകൊണ്ട് പെണ്ണ് പറഞ്ഞതും വിഷ്ണു അവളുടെ കാതിൽ പിടിച്ച് നന്നായി ഒന്ന് കിടുക്കി വിട്ടു. ആ ഏട്ടാ വിടുന്നേ, എനിക്ക് വേദനിക്കുന്നു. പറയുമ്പോൾ അമ്മാളുവിൻ്റെ കണ്ണിൽ കൂടി പൊന്നീച്ച പറഞ്ഞു. ഇനി മേലെ എന്നോട് നുണ പറയരുത്, എന്നും ഇത് ഓർമ്മ വേണം കേട്ടല്ലോ. കേട്ടു, ഇനി വിട്ടേ ഏട്ടാ. അവൾ സമ്മതിച്ച ശേഷമായിരുന്നു അവൻ കാതിൽ നിന്നും കൈയെടുത്തത്. കാലത്തെ അടുക്കളയിൽ ചെന്നപ്പോൾ മീരേട്ടത്തി പതിവ് പോലെ ഉണർന്നിട്ടുണ്ട്. തലേ ദിവസം വേണിയുടെ കോലം കട്ടിലുകൾ കാണാൻ വിളിച്ചുകൊണ്ട് ചെന്നപ്പോൾ ഏട്ടത്തിക്ക് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. അവളുമായിട്ട് ചിരിച്ചുല്ലസിച്ച് നിൽക്കുകയാണ് ചെയ്തത്. തുണിയില്ലാതെ അവിടെയും ഇവിടെയും കാണിച്ചുകൊണ്ട് നിൽക്കുന്നതൊന്നും അവർക്ക് ആർക്കും ഒരു പ്രശ്നമേ അല്ല എന്ന് അമ്മാളുവിന് മനസ്സിലായി. എന്താണവോ കാലത്തെ ഇത്ര വലിയ ആലോചന? ഏട്ടത്തി വന്ന് അരികിലായിരുന്നുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. തലേ ദിവസത്തെ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ ഏട്ടത്തി ഇരുന്ന് ചിരിക്കുവാൻ തുടങ്ങി. എനിക്ക് അപ്പോഴേ തോന്നി കാന്തയുടെ മനസ്സിൽ ഇതാണെന്ന്. ഈ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. മീര അടക്കം പറഞ്ഞതും അമ്മാളുവിൻ്റെ മുഖം പിന്നെയും വീർത്തു. അവരൊക്കെ വെളിയിൽ പോയി പഠിച്ചു വന്നതല്ലേ, ആ ഒരു സ്റ്റാൻഡേർഡ് അവരുടെ വേഷത്തിനും ഭാവത്തിലും ഒക്കെ വരുവുള്ളന്നേ. നാട്ടിൻപുറത്ത് ജീവിച്ചു വളർന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ അത് അവരും കൂടി മനസ്സിലാക്കണ്ടേ? അല്ലാതെ നമ്മൾ ഇനി വ്യാഖ്യാനിക്കാൻ നിന്നാൽ പിന്നെ അതിന് മാത്രമേ നേരം കാണൂ. മീര പറഞ്ഞത് കേട്ട് അവരുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ് അമ്മാളു. അതല്ലേടാ ഇവിടെ ആരും ഒന്നും വേണിയോട് പറയുന്നത്. എങ്ങനെയെങ്കിലും കോലം കെട്ടട്ടെ, നമുക്കൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട കേട്ടോ. ഏട്ടത്തി പറഞ്ഞതും അമ്മാളു കൂടുതലൊന്നും പറയാതെ കൊണ്ട് തല കുലുക്കി അങ്ങനെ ഇരുന്നു. ആ സമയത്തായിരുന്നു പ്രഭ കയറി വന്നത്. എന്താണ് രണ്ടാളും കൂടി ഒരു അടക്കം പറിച്ചിട്ട്? ഞാനും കൂടി കേൾക്കട്ടെ. മരുമക്കളെ രണ്ടാളെയും നോക്കിക്കൊണ്ട് പ്രഭ പറഞ്ഞു. മറുപടി പറയാനായി മീര തുനിഞ്ഞതും അമ്മാളു എഴുന്നേറ്റ് അവളുടെ വായ മൂടി. ഏട്ടത്തി മിണ്ടാതിരുന്നേ ഒന്ന്, ആരെങ്കിലും കേൾക്കുന്നേ. ഇനി അഥവാ പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയി കഴിഞ്ഞായിക്കോളൂ. അമ്മാളു കിടന്ന് കുതിറിയതും മീര പിന്നീട് ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും വേണിയും ഉണർന്നു വന്നു കഴിഞ്ഞു. ഗുഡ് മോർണിംഗ്.
അവളുടെ ശബ്ദം കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കി. മീരയും പ്രഭയും അവളെ നോക്കി ചിരിച്ചപ്പോൾ അമ്മാളു കാപ്പിയെടുത്ത് ഊതി കുടിച്ചുകൊണ്ടേയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നേരത്താണ് വിഷ്ണു ഇറങ്ങി വന്നത്. ഉത്സവത്തിന്റെ കാര്യമൊക്കെ അമ്മ പറഞ്ഞപ്പോൾ അവൻ വെറുതെ തലകുലുക്കിയിരുന്നു. വെള്ളിയാഴ്ച അമ്മാളുവിനെ അയക്കാമെന്ന് ഞാൻ ലേഖയോട് പറഞ്ഞു കേട്ടോ മോനെ. അതിനിനി മാറ്റം ഉണ്ടാവില്ലേ? നീ അങ്ങോട്ടേക്കൊന്ന് ആക്കിക്കൊടുക്ക. അവൻ ഒന്ന് മൂളി. ഉത്സവം എന്ന് കേട്ടതും കുട്ടികളെല്ലാവരും പോകാൻ റെഡിയായിരുന്നു. വെള്ളിയാഴ്ച അമ്മാളുവിൻ്റെ ഒപ്പം പോയിട്ട് 2 ദിവസം അവിടെ നിൽക്കാമെന്നൊക്കെ അപ്പോൾ തന്നെ അവരെല്ലാവരും പ്ലാൻ ചെയ്തു. മിച്ചുവായിരുന്നു ഏറ്റവും ആദ്യം ചുക്കാൻ പിടിച്ചുകൊണ്ട് നിന്നത്. വേണി മാത്രം അതൊന്നും ശ്രദ്ധിക്കാതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആരുവും മിച്ചുവും കൂടി പ്രഭയോട് തങ്ങൾ പോകുന്ന കാര്യം പറഞ്ഞതും പെട്ടെന്ന് തന്നെ സിദ്ധു അതിനെ എതിർത്തു. ആളുകളെയൊക്കെ എത്തുന്നതാണെന്നും മാളുവിൻ്റെ വീട്ടിൽ തിരക്കാകുമെന്നും എല്ലാവരും കൂടി ചേർന്ന് ബഹളമുണ്ടാക്കുമെന്നും ഒക്കെ പറഞ്ഞായിരുന്നു അയാൾ അവരെ ശാസിച്ചത്. എന്നാൽ കുട്ടികൾ മൂവരും ഒരേ രീതിയിൽ ബലം പിടിച്ചപ്പോൾ ഒടുവിൽ സിദ്ധു വഴങ്ങി. പക്ഷെ അപ്പോഴേക്കും വിഷമിച്ചു പോയത് അമ്മാളുമായിരുന്നു. വിഷ്ണുവിനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും അവൾക്കാവില്ലായിരുന്നു. സങ്കടത്തോടെ അവൾ അവനെ ഒന്ന് നോക്കി. അമ്മാളു, വേഗം കഴിച്ചിട്ട് ഒന്ന് റെഡിയാവന്നൊക്കെ, സമയം പോന്നു. അവളുടെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകുന്നതിനിടയിൽ വിഷ്ണു പറഞ്ഞു. പിന്നീട് വേഗം തന്നെ അമ്മാളു കഴിച്ചെഴുന്നേറ്റ് മുകളിലേക്ക് കയറി പോവുകയും ചെയ്തു. വിഷ്ണു അപ്പോൾ കോളേജിലേക്ക് പോകാൻ വേണ്ടി റെഡിയാക്കുകയാണ്. കുത്തിവീർപ്പിച്ച മുഖവുമായി കയറി വരുന്ന അമ്മാളുവിനെ അവനൊന്ന് നോക്കി. പെട്ടെന്ന് പോയി റെഡിയാകുക, ഇല്ലെങ്കിൽ വേണി കയറി മുന്നിലിരിക്കും കേട്ടല്ലോ. എന്നിട്ട് പിന്നെ എന്നോട് ഞാൻ വർത്താനം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൻ പറഞ്ഞതും അമ്മാളു ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി 10 മിനിറ്റിനുള്ളിൽ റെഡിയായി ഒരുങ്ങി തൻ്റെ ബാഗും എടുത്ത് താഴേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു. ഏട്ടത്തിയോടും അപ്പയോടും യാത്ര പറഞ്ഞ ശേഷം അവൾ നേരെ കാറിൻ്റെ അടുത്തേക്ക് ചെന്നു. അമ്മാളു ആഗ്രഹിച്ചതുപോലെ തന്നെ വേണി എത്തിയിരുന്നില്ല. വിഷ്ണുവിൻ്റെ അരികിലായി തന്നെ അവൾ നിലയുറപ്പിച്ചു. എന്നിട്ട് അവനെ ഒന്ന് നോക്കി ഒരു കണ്ണിറക്കി കാണിച്ചു. അവൾക്ക് ഈ വേഷം കെട്ടലുകൾ മാത്രമേ ഉള്ളൂ ഏട്ടാ? ശരിക്കും ഡോക്ടർ തന്നെയാണോ? അമ്മാളു ചോദിച്ചതും വിഷ്ണു ഒന്ന് പുഞ്ചിരിച്ചു. കാണുന്നത് പോലെയല്ല, നല്ല അസൽ പഠിപ്പിസ്റ്റാ. ഓ, വലിയ കാര്യമായിപ്പോയി, ഒരു പഠിപ്പിസ്റ്റ്. വേറെങ്ങും ഇല്ലേ കൊള്ളാം. അപ്പോഴേക്കും വേണി വന്ന് പിന്നിലെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. പോകാമല്ലേ? വിഷ്ണു ഒന്ന് മുഖം തിരിച്ച് വേണിയെ നോക്കി ചോദിച്ചു. പോകാമല്ലോ. ഗേറ്റ് കടന്ന് വണ്ടി ഇറങ്ങിയതും വേണിയുടെ അച്ഛൻ അവളെ ഫോൺ വിളിച്ചു. ഇംഗ്ലീഷിൽ അയാളോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് മുടിഞ്ഞ് ജാടയിടുകയാണ് അവൾ. അമ്മാളു പല്ല് കടിച്ചുകൊണ്ട് വെളിയിലേക്ക് നോക്കിയിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് ഉള്ളാലെ ചിരിച്ച് വിഷ്ണുവും ഇരുന്നു. വിഷ്ണുവേട്ടൻ ഡ്രൈവ് ചെയ്യുവാച്ചാ, പിന്നെ വിളിച്ച് സംസാരിച്ചാൽ മതി. ഇടയ്ക്ക് വേണി പറയുന്നുണ്ട്. ഓക്കെ ഞാൻ വെച്ചേക്കാം, ബൈ അച്ഛാ. കുറച്ച് കഴിഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. വിഷ്ണുവേട്ടാ, അച്ഛനൊന്ന് സംസാരിക്കണമെന്ന്, ഫ്രീ ആകുമ്പോൾ ഒരു മിസ്ഡ് കോൾ കൊടുത്താൽ മതിയേ. അവൻ്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് വേണി പറഞ്ഞു. ആ ഓക്കെ ഞാൻ വിളിച്ചോളാം. എന്തെങ്കിലും അർജൻറ്റായിട്ടുണ്ടോ? അറിയില്ല ഏട്ടാ, എന്നോടൊന്നും പറഞ്ഞില്ല. ഇറ്റ്സ് ഓക്കെ, ഫ്രീ അവർ കിട്ടുമ്പോൾ ഞാൻ അങ്കിളിനെ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ ഏട്ടാ. ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കൊണ്ടുചെന്ന് വേണിയെ ഇറക്കി വിട്ട ശേഷം വിഷ്ണു ഒന്ന് മുഖം ചിരിച്ച് അമ്മാളുവിനെ നോക്കി. കട്ട കലിപ്പിലാണ് ആളിപ്പോഴും. താൻ എന്നൊരാൾ കൂടെയുണ്ടെന്നുള്ള ഭാവം പോലും അവളുടെ മുഖത്തില്ല എന്ന് അവന് തോന്നി. അവളെ ആദ്യമായി കണ്ട നാൾ മുതലുള്ള കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു വിഷ്ണു. അപ്പോൾ സത്യം പറഞ്ഞാൽ വെറുപ്പായിരുന്നു അമ്മാളുവിൻ്റെ കുടുംബത്തോടെല്ലാം. ഈ കാലഘട്ടത്തിലും ഇതുപോലെ ജാതി വ്യവസ്ഥ കൊണ്ട് നടക്കുന്നവർ. തൻ്റെ അമ്മയെ വീട്ടിൽ നിന്നും പുറത്താക്കി ഭ്രഷ്ട് കൽപ്പിച്ചവരാണ്. ഇപ്പോൾ അമ്മയ്ക്ക് അത്യാവശ്യം സാമ്പത്തികമുണ്ടെന്നറിഞ്ഞപ്പോൾ വീണ്ടും എല്ലാവരും യോജിച്ചു വന്നു. ബന്ധത്തിനും സ്വന്തത്തിനുമൊക്കെ വില വന്നു. അവിടെ നിന്നും ഒരുവളെ വീണ്ടും തൻ്റെ കുടുംബത്തിലേക്ക് അയക്കാൻ പോലും അവർക്ക് താല്പര്യമായി. ജാതി വ്യവസ്ഥയുമില്ല, യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഈ വിവാഹാലോചന പറഞ്ഞപ്പോൾ മുതൽ തനിക്ക് ദേഷ്യമായിരുന്നു. എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടിയാണ് അമ്മാളുവിനെ ഒരിക്കൽ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചത് പോലും. ഏട്ടനെന്നെ ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് ഞാനായിട്ട് ഇനി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറയില്ല വിഷ്ണുവേട്ടാ. ധൈര്യമായിട്ട് പോയിക്കോളൂ. അവരെയൊക്കെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം. അന്ന് അമ്മാളു വാക്കും നൽകി. പക്ഷെ തൻ്റെ അമ്മയ്ക്ക് ഒരേ ഒരു നിർബന്ധം, താനൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് മുറപ്പെണ്ണായ അമ്മാളുവിനെ മാത്രമായിരിക്കണം എന്നുള്ളത്. ആകെ പെട്ടുപോയ അവസ്ഥയായിരുന്നു. അമ്മയുടെ മുന്നിൽ ധിക്കരിച്ച് ശീലവുമില്ല. ഏട്ടനും ഏട്ടത്തിയമ്മയും ഒക്കെ സ്ട്രോങ് ആയിട്ട് നിന്നപ്പോൾ തൻ്റെ മുന്നിൽ വേറെ ഒരു വഴിയുമില്ലായിരുന്നു. മനസ്സില്ലാ മനസ്സോടെ സമ്മതം മൂളിയപ്പോൾ അമ്മാളുവിനോടുള്ള പക ആളി ഉറപ്പ് നൽകിയവളാണ്. ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറിക്കൊള്ളാമെന്ന് ഒടുവിൽ കാലുവാരിയതും അവളാണ്. ഇവിടുത്തെ പണവും പ്രതാപവും കണ്ട് കണ്ണു മഞ്ഞളിച്ച കൂട്ടങ്ങളല്ലേ. അവരുടെ സന്തതിയും ഒട്ടും മോശമാവില്ല. വരട്ടെ, സമാധാനത്തോടെ ജീവിക്കാൻ താൻ അവളെ സമ്മതിക്കില്ല. ഉറച്ച തീരുമാനം എടുക്കുകയായിരുന്നു. അങ്ങനെയാണ് അവളോട് ഈ അകൽച്ചയെല്ലാം കാണിച്ചത് പോലും. പക്ഷേ അമ്മാളു ഇവൾ തൻ്റെ ജീവനായി മാറുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല.
വിവാഹവേദിയിൽ പേടിച്ചു വിറച്ച് തൻ്റെ അരികിൽ നിൽക്കുമ്പോഴൊക്കെ ഇവളുടെ നാടകമാണെന്നാണ് കരുതിയത്. അതുകൊണ്ടാണ് അവളോട് വെറുപ്പ് കാണിച്ചത് പോലും. തൻ്റെ വീട്ടിലേക്ക് അവൾ വലതുകാൽ വെച്ച് വന്ന് കയറിയതും ആ നേരം മുതൽ എല്ലാവരുടെയും വായിൽ നിന്ന് വീണ കുത്തുവാക്കുകളും ഒക്കെ കേട്ടു. നിറമിഴിയോടെ നിന്നതും ദേഷ്യത്തോടെയുള്ള തൻ്റെ സമീപനം ഒക്കെ കൂടിയായപ്പോൾ പാവം അവൾ തളർന്നു പോയിരുന്നു. ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അവൾ തൻ്റെ മുന്നിൽ പിടിച്ചു നിന്നു. താൻ നൽകിയ വിലക്കുകളൊക്കെ അപ്പാടെ സ്വീകരിച്ചുകൊണ്ട് അവൾ സ്വന്തം വീട്ടിലേക്ക് പോലും പോകാതെ നിന്നു. കുടുംബക്ഷേത്രത്തിൽ തൊഴാൻ പോയതും പോകും വഴിയിലുണ്ടായ സംഭവങ്ങളും ഒക്കെ ഓർത്തപ്പോൾ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. തൻ്റെ പെണ്ണിനെ അനാവശ്യമായിട്ട് ഒരുത്തനുമൊന്നും നോക്കാൻ പോലും സമ്മതിക്കാത്ത വിധം അവൾ ഉള്ളിൽ കൂട് കൂട്ടിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അന്ന് അവന്മാർക്കിട്ട് 2 എണ്ണം പൊട്ടിക്കാൻ വേണ്ടി മനഃപൂർവ്വം വഴിയിൽ വണ്ടി നിർത്തി കാത്തു കിടന്നത് പോലും. പേടിച്ചു വിറച്ച് കരഞ്ഞ് നിലവിളിക്കാനല്ലാതെ ഒന്നിനും അറിയില്ലല്ലോ ഈ പൊട്ടിക്കളിക്ക്. വിഷ്ണുവിനെല്ലാം കൂടി ഓർത്തപ്പോൾ ചിരി വന്നു. പക്ഷേ അവളുടെ ഉള്ളിൽ നിറയെ സ്നേഹം മാത്രമേ ഉള്ളൂ തന്നോട്. അത് വ്യക്തമാകുകയായിരുന്നു ഓരോ നിമിഷവും. കോളേജ് ഗേറ്റ് കടന്ന് വണ്ടി എത്തിയപ്പോൾ ആണ് അവൻ ഓർമ്മകളിൽ നിന്നും ഇറങ്ങി വന്നത്. അതേ, എങ്ങനെയാ കാര്യങ്ങളൊക്കെ? കുട്ടികളും മറ്റും വരണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനും കൂടി പോയി നിൽക്കാം അല്ലേ വീട്ടിൽ? സീറ്റ് ബെൽറ്റ് ഊരി മാറ്റുന്നതിനിടയിലാണ് അമ്മാളുവിൻ്റെ ശബ്ദം കേട്ട് വിഷ്ണു മുഖം തിരിച്ചു നോക്കിയത്. ഒന്നും മറുപടി പറയാതെ അവൻ അങ്ങനെ തന്നെ കുറച്ച് സമയം ഇരുന്നു. ആ, സാരമില്ല, രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, പോയിട്ട് വരാം. അമ്മയുടെ നേർച്ച മുടക്കാനും പറ്റില്ലല്ലോ പറഞ്ഞുകൊണ്ട് അവൾ വെളിയിലേക്ക് ഇറങ്ങി. ക്ലാസ്സിലേക്ക് നടന്നു പോകുമ്പോൾ ഒപ്പം പഠിക്കുന്ന അർജുൻ ഓടി വരുന്നത് കണ്ടു. എന്തു പറ്റി അർജുൻ, ഇന്ന് ലേറ്റായോ? കുറച്ച്. ഇറങ്ങാൻ നേരം അമ്മയ്ക്ക് പെട്ടെന്ന് തലചുറ്റൽ പോലെ വന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി. അടുത്താണോ ഹോസ്പിറ്റൽ? അതെടോ, 5 മിനിറ്റ്സ് മാത്രം മതി. എന്നിട്ട് എന്തു പറ്റി അമ്മയ്ക്ക്? BP ലോ ആയതാണെന്ന്. അമ്മ 2-3 വർഷമായിട്ട് മെഡിസിൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ലാതിരുന്നതാ. പെട്ടെന്നൊരു വയ്യാഴിക പോലെ വന്നു. അച്ഛൻ പുറത്താണ്, പിന്നെ ഞാൻ ഒറ്റ മോനും. അമ്മയുടെ സിസ്റ്ററിനെ വിളിച്ചാക്കിയിട്ട് ഞാൻ വേഗം പോന്നു. അപ്പോഴേക്കും ഇരുവരും ക്ലാസ് റൂമിൻ്റെ വാതിൽക്കലെത്തിയിരുന്നു. അർജുനും അമ്മാളും കൂടി കയറി വരുന്നത് കണ്ടതും നിഹയുടെ മുഖം വേർത്തു. നിഹ അർജുൻ്റെ ലവറാണ്. +2 കാലഘട്ടം മുതൽക്കേ ഇരുവരും ഒരുമിച്ചായിരുന്നു പഠിച്ചത്. ആ ഒരു അടുപ്പം അവരെ പ്രണയത്തിലാക്കി. നിഹയുടെ മുഖം മാറിയെന്ന് മനസ്സിലാക്കിയതും അർജുൻ പെട്ടെന്ന് തൻ്റെ പ്ലേസിലേക്ക് വന്നിരുന്നു. അവൾ ഇരിക്കുന്നതിന് തൊട്ട് പിന്നിലെ സീറ്റിലാണ് അമ്മാളു ഇരുന്നത്. കടുപ്പത്തിൽ അമ്മാളുവിനെ നോക്കി പല്ലിറുമിക്കൊണ്ട് നിഹ അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും വിഷ്ണു ക്ലാസ്സിലേക്ക് കയറി വന്നു. കുട്ടികളെല്ലാവരും എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഓണം സെലിബ്രേഷനാണ് അടുത്ത വെള്ളിയാഴ്ച. ക്രമസമാധാനം പാലിച്ചുകൊണ്ട് അടിച്ചു പൊളിക്കുക. അതിനുശേഷം കോളേജ് അടയ്ക്കും. പിന്നീട് 10 ദിവസം അവധി. പ്രിൻസി അറിയിച്ച കാര്യങ്ങളൊക്കെ വിഷ്ണു കുട്ടികളോട് പറഞ്ഞു. സെലിബ്രേഷൻ ഉണ്ടെന്നുള്ളത് കുട്ടികൾക്കൊക്കെ അറിയാം. ഡേറ്റ് മാത്രം കിട്ടിയാൽ മതിയായിരുന്നു. പിന്നീട് പ്രെയർ തുടങ്ങുന്നത് വരെയും ആകെ ഒരു മൂളൽ മാത്രമായിരുന്നു. എല്ലാവരും ചേർന്ന് എന്താണ് ഡ്രസ് കോഡ് എന്നതാണ് മുഖ്യം. സെറ്റ് സാരിയാണ് കൂടുതൽ പേരും പറഞ്ഞത്. കുറച്ചുപേര് മാത്രം സെറ്റ് മുണ്ട് മതിയെന്നും അഭിപ്രായപ്പെട്ടു. അമ്മാളു മാത്രം അടുത്തിരിക്കുന്ന കൂട്ടുകാരികൾ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നതേ ഉള്ളൂ. ഓണം സെലിബ്രേഷൻ ഡ്രസ് കോഡ് ഏതാണെന്ന് നിങ്ങൾ തീരുമാനിച്ചോ? അന്ന് കോളേജ് വിട്ടു മടങ്ങുമ്പോൾ അമ്മാളുവിനോട് വിഷ്ണു ചോദിച്ചു. സെറ്റ് സാരിയാ കൂടുതൽ പേരും പറഞ്ഞത്. മിക്കവാറും അതങ്ങനെ തന്നെയായിരിക്കും. നീ സെറ്റ് സാരി ഉടുക്കുന്നുണ്ടോ ആവോ? എല്ലാവരും ഉടുക്കുന്നുണ്ട്, പിന്നെ ഞാനും അത് ഉടുക്കാമെന്ന് കരുതിയാ. അതൊന്നും വേണ്ട, വല്ല ചുരിദാറും ഇട്ടാൽ പോരെ നിനക്ക്. അതെന്താ? ഞാൻ സാരി ഉടുക്കുന്നത് വിഷ്ണുവിന് ഇഷ്ടമല്ലേ? വയറും കാണിച്ചുകൊണ്ട് ഉടുക്കാനല്ലേ നിനക്കറിയൂ. അങ്ങനെ ഇപ്പോൾ പ്രദർശനത്തിന് നിന്നെ കൊണ്ടുപോകുന്നില്ല. ചുമ്മാ പെണ്ണിനെ ഇളക്കാൻ വേണ്ടി അവൻ പറഞ്ഞതാണെങ്കിലും അമ്മാളു മറുപടിയൊന്നും പറയാതെ അങ്ങനെ ഇരുന്നു. നിനക്ക് സെറ്റ് സാരി ഉണ്ടോ? അല്പം കഴിഞ്ഞതും വിഷ്ണു അമ്മാളുവിനെ നോക്കി ചോദിച്ചു. അവനെ ഒന്ന് നോക്കി പേടിപ്പിച്ച ശേഷം അമ്മാളു ഒന്നും മിണ്ടാതെ തന്നെ അങ്ങനെ ഇരിപ്പ് തുടർന്നു. ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്തും മുന്നേ വിഷ്ണു വേണിയെ വിളിച്ചു നോക്കിയെങ്കിലും അവനോട് പൊയ്ക്കോളാനായിരുന്നു അവൾ പറഞ്ഞത്. കുറച്ചു ദൂരം പിന്നിട്ടതും നല്ല മഴയങ്ങ് തുടങ്ങി. വണ്ടി ഓടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. മിക്ക വണ്ടികളും റോഡിൻ്റെ ഓരം ചേർത്ത് ഒതുക്കിയിട്ടിരിക്കുകയാണ്. വിഷ്ണുവേട്ട, എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിട്ടൂടെ? മുന്നിലെ കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ അമ്മാള് പറഞ്ഞതും വിഷ്ണു അതനുസരിച്ചു. ചെറിയൊരു തട്ടുകടയുടെ കുറച്ചു മുന്നിലായി അവൻ വണ്ടി നിർത്തി. അമ്മാളു പതിയെ വണ്ടിയുടെ ഗ്ലാസ് ഒന്ന് താഴ്ത്താൻ ശ്രമിച്ചതും കുറേയേറെ വെള്ളത്തുള്ളികൾ അവളുടെ കവിളിൽ സ്ഥാനം പിടിച്ചിരുന്നു. വിഷ്ണു ശകാരിച്ചതും അവൾ പെട്ടെന്ന് ഗ്ലാസ് കയറ്റിയിട്ടു. എന്നിട്ട് അവനെ മുഖം തിരിച്ചു നോക്കി കണ്ണിറക്കി. തൻ്റെ പോക്കറ്റിൽ കിടന്ന കർച്ചീഫ് എടുത്ത് വിഷ്ണു അമ്മാളുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. മുഖമൊക്കെ തുടങ്ങിടി, നിറയെ വെള്ളമായി. ഇനി വല്ല പനിയോ ജലദോഷമോ പിടിച്ചാൽ നീ അടങ്ങുള്ളോ? അതിങ്ങനെ ഇവിടെ പറ്റിച്ചേർന്നിരിക്കട്ടെ, ഞാൻ തുടച്ചു കളയില്ല.
അമ്മാള് പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ വിഷ്ണു അവളുടെ കവിളും മുഖവും ഒക്കെ കർച്ചീഫ് കൊണ്ട് തുടച്ചു. അവൻ്റെ ഗന്ധം അവളുടെ നാസികത്തുമ്പിൽ കയറിയതും പെണ്ണിൻ്റെ മുഖം ചുവന്നു തൊടുത്തു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് മഴയത്തിങ്ങനെ അലഞ്ഞു നടക്കാനാണ് വിഷ്ണു ഏട്ടാ. ഇതിനു മുന്നേ നീ ഇങ്ങനെ അലഞ്ഞു നടന്നിട്ടുണ്ടോ? പിന്നെ എപ്പോൾ മഴ പെയ്താലും ഞാൻ മുറ്റത്തോടെ ഇറങ്ങി നടക്കും. ആദ്യമൊക്കെ അച്ഛനും അമ്മേനെ വഴക്കൊക്കെ പറയായിരുന്നു. പിന്നീട് അവർക്കും തോന്നി രക്ഷയില്ലെന്ന്. ഒരു പനി പോലും എനിക്ക് പിടിക്കില്ല. ഞങ്ങൾ തമ്മിൽ അത്ര കിഴുകി ചേർന്നാണ് സ്നേഹിക്കുന്നത്. ആരൊക്കെ തമ്മിൽ? ഞാനും എൻ്റെ മഴയും. അമ്മാളു പറയുന്നത് കേട്ട് അവന് ചിരി വന്നു. നമുക്ക് രണ്ടാക്കും കൂടി ഒന്ന് മഴ നനയാം വിഷ്ണുവേട്ടാ, പ്ലീസ്. നീ ഒന്ന് കൊഞ്ചത് മര്യാദയ്ക്കിരിക്കും പെണ്ണേ. പിന്നിലെ സീറ്റിൽ നിന്നും കുടയെടുത്ത് അവൻ ഡോറ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. എവിടെ പോവാ? അമ്മാളു വിളിച്ചു ചോദിച്ചു. ഒന്നും മിണ്ടാതെ വിഷ്ണു തട്ടുകടയുടെ അടുത്തേക്ക് നടന്നു. നല്ല മഴയായതിനാൽ പുറത്തെ കാഴ്ചകളൊന്നും അമ്മാളുവിന് അത്ര വ്യക്തമല്ലായിരുന്നു. അല്പം കഴിഞ്ഞതും വിഷ്ണു കയറി വന്നപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു പൊതിയുണ്ടായിരുന്നു.